ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾ ആ ചുവന്ന നിറത്തിൽ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. തൊട്ടടുത്ത് ബെല്ലൈക്കണും ഒന്ന് അമർത്തുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവർക്കും ഫഹാദ് മീഡിയയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്കിവിടെ എടുക്കുന്നത് സെക്കൻഡ് സ്റ്റാൻഡേർഡിലെ ലിസാനുൽ ഖുർആൻ എന്ന വിഷയമാണ്. അതിൽ അദ്ദർസുർ റാബിയ 4ാമത്തെ പാഠമാണ് ഞാൻ നിങ്ങൾക്ക് എടുക്കാൻ പോകുന്നത്. നമുക്ക് പരീക്ഷയ്ക്കൊക്കെ എങ്ങനെ വരും, ഏത് രൂപത്തിൽ എഴുതാം എന്നൊക്കെയാണ് ഞാൻ വിശദീകരിക്കുന്നത്. നിങ്ങൾ ഓൺലൈൻ ക്ലാസ്സുകളൊക്കെ എല്ലാവരും കേൾക്കുന്നുണ്ടാകും. അപ്പോൾ അതിൻ്റെ തുടർച്ചയായി ഞാൻ പരീക്ഷയ്ക്ക് ഏത് രൂപത്തിൽ വരും എന്നുള്ളൊരു വിശദീകരണമാണ് ഞാൻ നിങ്ങൾക്ക് തരുന്നത്. അപ്പോൾ എല്ലാവരും ക്ലാസ് ശരിക്ക് കേൾക്കണം. അതിനു മുമ്പായി എനിക്ക് പറയാനുള്ളത്, എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ വീഡിയോക്ക് താഴെ കാണുന്ന വലത് ഭാഗത്ത് ചുവന്ന നിറത്തിൽ സബ്സ്ക്രൈബ് എന്ന് എഴുതിയിട്ടുണ്ടാവും. അതിലൊന്ന് തൊട്ട് കൊടുക്കുക. അതിൽ തൊട്ട് കഴിഞ്ഞാൽ തൊട്ടടുത്ത് തന്നെ ഒരു ബെല്ലിൽ ഐക്കൻ്റെ ഒരു രൂപം കാണും. ആ ബെല്ലൈക്കണം തൊട്ട് കൊടുക്കുക. എന്നാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോയും നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈലിൽ കാണാവുന്നതാണ്. നോട്ടിഫിക്കേഷൻ പോയാൽ അതിലുണ്ടാകും. ഞാൻ അപ്ലോഡ് ചെയ്ത വീഡിയോകൾ നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് കാണാവുന്നതാണ്. കുട്ടികൾക്ക് ക്ലാസ് കേൾപ്പിച്ച് കൊടുക്കാൻ വളരെ സൗകര്യമാകും. അപ്പോൾ അക്കാര്യം മറക്കരുത്. ഒരിക്കൽ സബ്സ്ക്രൈബ് ചെയ്തവർക്ക് അവിടെ ചുവന്ന നിറത്തിൽ എഴുതി കാണുകയില്ല. അങ്ങനത്തെവർ പിന്നെ അവിടെ തൊടേണ്ടതില്ല. ചുവന്ന നിറത്തിൽ എഴുത്തുണ്ടെങ്കിൽ മാത്രമേ അവിടെ സബ്സ്ക്രൈബ് എന്ന് എഴുതി കൊടുത്ത് നിങ്ങൾ പ്രസ് ചെയ്യേണ്ടതുള്ളൂ. പ്രസ് ചെയ്യുമ്പോൾ ഒരു ബെല്ലിൻ്റെ ഫോട്ടോ അവിടെ തെളിഞ്ഞു വരും. അപ്പോൾ അതിലൊന്ന് തൊട്ട് കൊടുക്കുക. അത്ര മാത്രമേ നിങ്ങൾ ചെയ്യേണ്ടതുള്ളൂ. അപ്പോൾ ഈ കാര്യം മറക്കരുത്. ഇനി നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. എല്ലാവരും ക്ലാസ് ശ്രദ്ധിക്കുക. കുട്ടികൾ ബുക്ക് എല്ലാവരും തുറന്നു വെക്കുക. അതിനുശേഷം ഞാൻ പേന വെക്കുന്ന ഭാഗത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം കുട്ടികൾ. ആ ഭാഗം കുട്ടികൾ കൈയിൻ്റെ വിരൽ വെച്ച് ഒപ്പം വായിക്കുകയും ഞാൻ വായിക്കുന്നത് കൈവച്ച് നോക്കി മനസ്സിലാക്കുകയും ചെയ്യണം. അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ പാഠം അദ്ദർസുർ റാബിയ 4ാമത്തെ പാഠമാണ് ലിസാനുൽ ഖുർആൻ്റെ, അല്ലേ? എന്താ പാഠത്തിൻ്റെ ഹെഡിങ്? ഷംസിയത്തുൻ എന്നാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്, അല്ലേ? ഷംസിയത്തുൻ എന്ന് എഴുതിയിട്ടുണ്ട്. അത് നമ്മളെങ്ങനെ വായിക്കുമ്പോൾ എങ്ങനെ വായിക്കണം? ഷംസിയ എന്നെ വായിക്കണ്ട കേട്ടോ. ഷംസിയ. എന്താ ഷംസിയ എന്ന് പറഞ്ഞാൽ ഇവിടെ നല്ല മനോഹരമായിരിക്കുന്ന ഒരു കുട ഉണ്ടല്ലേ, വിവിധ വർണ്ണങ്ങളിൽ ഉണ്ടല്ലേ, നല്ലൊരു കുട ഇവിടെ കാണാനുണ്ട്, അല്ലേ? നമ്മുടെ കുട്ടികൾക്കൊക്കെ സ്കൂളിൽ പോകുമ്പോഴും മദ്രസയിൽ പോകുമ്പോഴൊക്കെ ഉപ്പ വാങ്ങിത്തരുന്ന ഒരു കുടയാണത്. അതുപോലത്തെ ഒരു കുടയാണ്, അല്ലേ? അപ്പോൾ ഷംസിയത്തുൻ എന്നാണ് അതിൻ്റെ പേര്. അത് എഴുതുമ്പോൾ നമ്മൾ ഷംസിയത്തുൻ എന്ന് എഴുതണം. വായിക്കുമ്പോൾ നമ്മൾ എന്ത് വായിക്കണം? ഷംസിയ എന്നാണ് വായിക്കേണ്ടത്. ഇവിടുത്തെ പ്രത്യേകത എന്താണ്? ഈ ഷംസിയ എന്ന് കഴിഞ്ഞതിന് ശേഷം ഇവിടെ ഞാൻ ഈ പേന കൊണ്ട് ഇങ്ങനെ മാർക്ക് ചെയ്യുന്നതാ. ഈ റൗണ്ടിൽ ഈ കാണുന്ന അക്ഷരം, ഇതിൻ്റെ പേര് ഹാത്ത എന്നാണ്. ഈ ഹാത്ത വന്നത് കൊണ്ടാണ് ഈ ഷംസിയത്തുൻ എന്ന് വായിക്കാൻ കാരണം. പക്ഷെ അങ്ങനെ നമ്മൾ ശരിക്ക് എങ്ങനെയാണ് വായിക്കേണ്ടത്? അത് ഷംസിയ എന്നാണ് നമ്മൾ വായിക്കേണ്ടത്. എഴുത്തിൽ ഷംസിയത്തുൻ എന്ന് നമ്മൾ എന്ത് ചെയ്യണം? എഴുതണം. അപ്പോൾ ഷംസിയത്തുൻ എന്ന് എഴുതി ഷംസിയ എന്നാണ് നമ്മൾ അതിനെ വായിക്കേണ്ടത്. ഇപ്പോൾ മനസ്സിലായില്ലേ? ഈ ഹാത്തിന് അവിടെ കൊടുക്കണം. അത് ഈ മുഅന്നസായി വരുന്ന ഭാഗങ്ങളാണിത്. അതായത് സ്ത്രീലിംഗം എന്ന് പറഞ്ഞിട്ടില്ലേ? അപ്പോൾ സ്ത്രീലിംഗമായിട്ട് വന്നതുകൊണ്ടാണ് എഴുത്തിൽ സ്ത്രീലിംഗമാണിത്. അതുകൊണ്ടാണ് ഈ താ ഇവിടെ വന്നത്. ഇത് സ്ത്രീകളുടെ പേര് എഴുതുമ്പോഴാണ് ഇതുപോലെ ഹാത്ത കൊടുക്കുക കേട്ടോ. അതാണ് ഇവിടെയും വന്നിട്ടുള്ളത്. അപ്പോൾ ഷംസിയത്തുൻ എന്ന് പറഞ്ഞാൽ ഈ ലഫ്ളിൽ മുഅന്നസ് എന്നാണ് പറയാം. എഴുത്തിലാണത് മുഅന്നസായിട്ടുള്ളത്. യഥാർത്ഥത്തിൽ എന്താണത്? സ്ത്രീലിംഗം അല്ല. പക്ഷേ എഴുത്തിൽ മാത്രമാണ് എന്താണ് സ്ത്രീലിംഗമായിട്ട് വന്നിട്ടുള്ളത്.
അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഷംസി എന്താണ് സ്ത്രീലിംഗമായിട്ട് ഇങ്ങനെ എഴുതി ഹാത്ത വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യണം? ഇതിൻ്റെ മുൻഭാഗത്ത് നമുക്ക് എന്ത് ചെയ്യാം? ഹാദ എന്നാണോ ഹാദിഹി എന്നാണോ കൊടുക്കേണ്ടത്? കുട്ടികളെല്ലാവരും ശ്രദ്ധിക്കുക. നമ്മൾ ഹാദ എന്ന് ആദ്യം പഠിച്ചു. ആ പഠിച്ച സമയത്ത് നമുക്ക് ഈ അവസാനത്തിൽ ഈ താ അവസാനത്തിൽ കാണുന്ന ഈ താ അതിലുണ്ടായിരുന്നില്ല മുൻപാഠങ്ങളിൽ അല്ലേ? അവിടെ നമ്മൾ ഹാദ എന്ന് പറഞ്ഞു. പക്ഷേ ഇവിടെ ഇപ്പോൾ താ വന്നു. അപ്പം എന്തായി? തസ്നിയ, അത് സ്ത്രീലിംഗത്തിലാണ് വരുന്നത് അല്ലേ? ഇങ്ങനെ വന്നാൽ സ്ത്രീലിംഗം എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? പെണ്ണുങ്ങൾക്ക് ഉപയോഗിക്കുന്നതാണ്. മറ്റേത് മുദക്കർ എന്ന് പറഞ്ഞാൽ ആണുങ്ങൾക്ക്. അതാണ് അറബിയിൽ മുദക്കർ മുഅന്നസ് എന്നാണ് പറയുക കേട്ടോ. ഇത് മുഅന്നസാണ്. പിന്നെ മുദക്കർ എന്ന് ആയിക്കഴിഞ്ഞാലോ ഈ ഹാത്ത ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ അതിന് പുല്ലിംഗം എന്ന് മലയാളത്തിൽ പറയും. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ആദ്യത്തിൽ എന്താ കൊടുക്കേണ്ടത്? ഹാദ എന്നാണോ ഹാദിഹി എന്നാണോ കൊടുക്കേണ്ടത്? കുട്ടികളെല്ലാവരും ശ്രദ്ധിക്കുക. ഇവിടെ നമ്മൾ കൊടുക്കേണ്ടത് ആദ്യത്തിൽ ഇവിടെ എഴുതി കൊടുക്കേണ്ടത് ഹാദിഹി എന്നാണ് എഴുതേണ്ടത്. മനസ്സിലായില്ലേ? ഈ ഹാദിഹി എന്ന് ചേർത്ത് കൊടുത്തിട്ട് വേണം എന്ത്? ഷംസിയ എന്ന് വായിക്കാൻ. അപ്പം എന്തായി അർത്ഥം? ഇതൊരു കുടയാകുന്നു, ഇതൊരു കുടയാകുന്നു. ഇതാണ് നമ്മുടെ ഇന്നത്തെ പ്രയോഗം. ഇന്ന് നമ്മളുടെ പ്രയോഗം ലഫ്ദിൻ്റെ ആദ്യത്തിൽ ഹാദിഹി ചേർത്ത് കൊടുത്ത് വായിക്കലാണ് നമ്മുടെ ഇന്നത്തെ ഈ പാഠത്തിൻ്റെ പ്രയോഗം. അപ്പോൾ മനസ്സിലായില്ലേ? എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു അല്ലേ? കുട്ടികൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഇതിൻ്റെ മുന്നത്തെ പാഠങ്ങളിൽ പഠിച്ചെന്താണ്? ഹാദ ഹാദ എന്ന് പഠിച്ചു കഴിഞ്ഞു. ഹാദ കലമുൻ, ഹാദ കിതാബുൻ, ഇങ്ങനെയാണ് പഠിച്ചത്. പക്ഷെ അവിടെ ഒന്നും ആ കിതാബുൻ എന്ന് പറഞ്ഞ അവസാനത്തിൽ ഈ താ വന്നിട്ടില്ല. മനസ്സിലായില്ലേ? ഈ താ ആണ് ഇവിടുത്തെ പ്രത്യേകത. ഈ താ വരാത്തത് കൊണ്ടാണ് അവിടെ ഹാദ എന്ന് ഉപയോഗിച്ചത്. പക്ഷേ ഇവിടെ വന്നപ്പോൾ എന്തായി? ഷംസിയത്തുൻ എന്ന് നമ്മൾ എഴുതി. ഈ താ വന്നു. അതെന്താണ്? മുഅന്നസാണ്. പദം മുഅന്നസായിട്ടാണ്, സ്ത്രീലിംഗത്തിലാണ് വന്നത്. അതുകൊണ്ടാണ് ഇവിടെ താ വന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇതിന് മുഅന്നസായി വരുമ്പോൾ നമുക്ക് ഹാദ ഉപയോഗിക്കാൻ പാടില്ല. എന്താ ഉപയോഗിക്കേണ്ടത്? ആദിഹി എന്ന് പറയണം. ഇതൊരു കുടയാകുന്നു. ആദിഹി ഷംസിയ. വായിക്കുമ്പോൾ ഷംസിയ എന്ന് വായിക്കാം, എഴുതുമ്പോൾ ഷംസിയത്തുൻ എന്ന് എഴുതുകയും വേണം കേട്ടോ. അപ്പം ഇതൊരു കുടയാകുന്നു. എന്താണ്? ഇതൊരു കുടയാകുന്നു. ഇതാണ് ഇന്നത്തെ നമ്മുടെ പാഠം. അപ്പം ഈ പാഠം ഈ ഹാദി ചേർത്ത് വായിക്കലാണ് ഇന്ന് നമ്മുടെ ഈ പാഠത്തിൻ്റെ പ്രധാനപ്പെട്ട വിഷയം അല്ലേ? ഇനി നമുക്ക് നോക്കാം. താഴെ മറ്റുള്ള പദങ്ങളൊക്കെ നമുക്ക് നോക്കാം. ഇവിടെ കൊടുത്തിട്ടുണ്ട് ഒരു 6 ഫോട്ടോകൾ കൊടുത്തിട്ടുണ്ട് അല്ലേ? അതിൽ നോക്കാം. ഉദാഹരണത്തിന് ഞാൻ ഇപ്പോൾ പറഞ്ഞില്ല, മുകളിൽ പറഞ്ഞില്ല ഇവിടെ ആദിഹി എന്ന് ചേർക്കണമെന്ന്. ഇനി ആദിഹി ചേർത്തിട്ടാണ് ഈ പദങ്ങളൊക്കെ ഇവിടെ ചേർത്ത് എഴുതി കൊടുത്തുള്ളത്. നോക്കുക, കണ്ടോ? ഈ ചുവന്ന നിറത്തിൽ എഴുതിക്കണം ആദിഹി ഷംസിയത്തുൻ എന്നിങ്ങനെ എഴുതിയിട്ട് ആദിഹി ഷംസിയ എന്ന് വായിക്കണം. എഴുതുമ്പോൾ തുൻ എന്ന് എഴുതണം കേട്ടോ. വായിക്കുമ്പോൾ ഷംസിയ എന്ന് എഴുതണം. അതായത് അറബി വാക്യം താ ഇട്ട് ഹാത്ത വന്നു കഴിഞ്ഞാൽ അവിടെ വഖഫിൻ്റെ അവസരത്തിൽ, അതായത് നിർത്തുന്ന സമയത്ത് താ ആയിട്ട് ഉച്ചരിക്കാൻ പാടില്ല. അവിടെ ഹാ ആയി വരണമെന്നാണ് നിയമം കേട്ടോ. ഖുർആൻ ഓതുമ്പോഴൊക്കെ അങ്ങനെ ചെയ്യേണ്ടത്. ആദിഹി ഷംസിയ. കണ്ടോ എങ്ങനെ പറയണ്ടേ? ഇതൊരു കുടയാകുന്നു കേട്ടോ. ആദിഹി ഷംസിയ, ഇതൊരു കുടയാകുന്നു. ഇനി എന്താണ് അടുത്തത്? നേരെ പുറത്ത് ആദിഹി ഹക്കീബത്തുൻ. ഇവിടെ ഹക്കീബത്താണ്. ഹക്കീബത്ത് പറഞ്ഞാൽ ഞങ്ങൾക്കറിയാം ബാഗ് അല്ലേ? നല്ലൊരു രസമുള്ള ബാഗാണിത്. അപ്പോൾ ഹക്കീബത്തുൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അതും മുഅന്നസായിട്ടാണ് വന്നത് ലഫ്ള്. ഈ പദം മുഅന്നസിലാണ് വരുന്നത്, സ്ത്രീലിംഗത്തിൽ. കണ്ടില്ലേ? അതുകൊണ്ടാണ് അവിടെ താ വന്നത്. അങ്ങനെ വന്നതുകൊണ്ടാണ് ഇവിടെ ആദിഹി എന്ന് ഉപയോഗിക്കേണ്ടത്. മനസ്സിലായില്ലേ? ഇത് ഇങ്ങനെ താ വന്നതുകൊണ്ടാണ് ഇവിടെ ആദിഹി എന്ന് ഉപയോഗിച്ചത്. ഈ താ ഇല്ല എങ്കിൽ ഇവിടെ ആദ എന്നാണ് കൊടുക്കേണ്ടത്. അപ്പോൾ മനസ്സിലായില്ലേ? അപ്പോൾ അത് മറക്കരുത്. അപ്പോൾ ഈ താ വന്നതുകൊണ്ടാണ് ഇവിടെ ആദിഹി എന്ന് ഉപയോഗിച്ചത്. അപ്പോൾ ആദിഹി ഹക്കീബത്തുൻ എന്ന് എഴുതി ആദിഹി ഹക്കീബ എന്ന് വായിക്കാൻ പാടുള്ളൂ. എഴുതുമ്പോൾ ഹക്കീബത്തുൻ എഴുതണം. മനസ്സിലായില്ലേ? എന്നാലേ അതിൻ്റെ ശരിയായ അർത്ഥമാവുകയുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് എന്താണ്? ആദിഹി ഹക്കീബത്തുൻ, ഇതൊരു ബാഗാകുന്നു. മനസ്സിലായില്ലേ? ഇനി നമുക്ക് അടുത്തത് ഹാദിഹി സഹ്റത്തുൻ. കണ്ടില്ലേ? സ്വാദ് കണ്ടില്ലേ? സീനായി പോകാൻ പാടില്ല ഈ സ്വാദിന് പറയുമ്പോൾ കേട്ടോ. സഹ്റത്തുൻ, ഹാദിഹി സഹ്റത്തുൻ എന്നാണ് പറഞ്ഞത്. എന്താ സഹ്റത്തുൻ എഴുതി കഴിഞ്ഞാൽ നമ്മൾ വായിക്കേണ്ടത് ഹാദിഹി സഹ്റ. എന്താണ്? ഇത്
കരിമ്പാറയാകുന്നു അല്ലേ? ഇത് കരിമ്പാറയാകുന്നു. പാറ, കറുത്ത പാറ ഉണ്ടല്ലേ നമ്മൾ വെടിയിക്കുന്നത്, അതാണ് പാറ കേട്ടോ. സാധാരണ പെരക്ക് ചുമര് പടുക്കാൻ കൊണ്ട് ചുവന്ന കല്ല് അതല്ല ഇത്. നമ്മൾ ഈ തറയൊക്കെ പടുക്കാൻ ഉപയോഗിക്കുന്ന ആ കറുത്ത ഉറപ്പുള്ള കല്ലാണിത്. അതാണ് സഹ്റത്ത് കേട്ടോ. അപ്പോൾ ആദിഹി സഹ്റ എന്നേ വായിക്കാൻ പാടുള്ളൂ. ഇവിടെ താ കൂട്ടി എഴുതണം, വായിക്കുമ്പോൾ സഹ്റ എന്ന് വായിക്കണം. എന്താണ്? ഇത് കരിങ്കല്ലാകുന്നു. അതിൻ്റെ തൊട്ടടുത്ത് എന്താ ആദിഹി സല്ലത്തുൻ എന്ന് എഴുതണം. സല്ലത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? കണ്ടാ, കുട്ട. ഈ കുട്ടക്ക് പറയുന്ന പേരാണ് സല്ല എന്ന്. കണ്ടല്ലേ? അവിടെ വായിക്കുമ്പോൾ നമ്മൾ എങ്ങനെ വായിക്കണം? ആദിഹി സല്ല എന്നേ വായിക്കാൻ പാടുള്ളൂ. എഴുതുമ്പോൾ സല്ലത്തുൻ എന്ന് ഈ തായിനെ കൂട്ടി എഴുതണം. കണ്ടില്ല? ഈ താഴ് കണ്ടില്ല? ഇവിടെ പേന വെച്ചെടുത്ത് വെക്കുക. ഇതാണ് താ നമ്മൾ. അപ്പോൾ ആദിഹി സല്ല, ഇതൊരു കുട്ടയാകുന്നു എന്ന് പറയണം. അടുത്തത് ആദിഹി കുറത്തുൻ. ആദിഹി കുറത്തുൻ. കുറത്ത് കാരണം എന്താണ്? പന്താണ്. പക്ഷെ എഴുതുമ്പോൾ നമ്മൾ കുറത്തുൻ എന്ന് താ ഇട്ട് എഴുതണം. ഈ തുൻ എന്ന് വന്നതുകൊണ്ടാണ് ഇവിടെ ആദിഹി വന്നത് കേട്ടോ. അല്ലെങ്കിൽ ആദാന്നേ ഉപയോഗിക്കാൻ പാടുള്ളൂ. മനസ്സിലായില്ലേ? ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ആദ്യത്തിൽ ആദിഹി എന്ന് ഉപയോഗിക്കണം. മറക്കുമോ? ഇതാണ് ഇവിടുത്തെ പ്രയോഗം. ഇതാണ് നമുക്കിന്ന് പഠിക്കേണ്ടത് കേട്ടോ. പരീക്ഷയ്ക്ക് വന്നാലും ഇതുപോലെ തന്നെയാണ് എഴുതേണ്ടത്. ഇനി കുറത്തുൻ എന്ന് പറഞ്ഞാൽ ഇത് പന്താകുന്നു എന്ന് ആവാൻ ഏത് അക്ഷരമാണ് ചേർക്കേണ്ടത് എന്ന് ചോദിച്ചാൽ എന്താണ്? ഏത് പദമാണ് ചേർക്കേണ്ടത് ചോദിച്ചാൽ എന്താ നിങ്ങൾ എഴുതുക? ആദിഹി, ഹാദ എന്നൊക്കെ കൊടുത്തിട്ടുണ്ടാവും അവിടെ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ആദിഹി എന്ന് ചെയ്ത് കൊടുക്കണം മുകളിൽ ആദ്യത്തിൽ. മനസ്സിലായില്ലേ? ആദിഹി കുറത്തുൻ എഴുതിയിട്ട് ആദിഹി കുറ, ഇതൊരു പന്താകുന്നു എന്ന് അർത്ഥം വെക്കണം കേട്ടോ. ഇനി അതുപോലെ തന്നെ ആദിഹി ഹദീഖത്തുൻ. ഹദീഖ എന്ന് പറഞ്ഞാൽ തോട്ടാണ് അല്ലേ? അപ്പോൾ എന്താണ്? ഇതൊരു തോട്ടമാകുന്നു. ഹദീഖത്ത് എന്ന് പറഞ്ഞാൽ ഈ താ ആണ് പ്രശ്നം വന്നത്. ഈ താ വന്നുകൊണ്ടാണ് ഇവിടെ ആദിഹി എന്ന് ഉപയോഗിച്ചത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഹദീഖത്തുൻ, ഇതൊരു തോട്ടമാകുന്നു എന്ന് അർത്ഥം വെക്കണം. ഇപ്പം നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും നിങ്ങൾക്ക് അല്ലേ? ഹാദിഹി ഉപയോഗിക്കേണ്ട രൂപം. ഹാദ നമ്മൾ ആദ്യം ഉപയോഗിച്ച് കഴിഞ്ഞു. ഹാദ വരുമ്പോൾ കലമുൻ, കിതാബുൻ, മനസ്സിലായില്ലേ? ബാബുൻ എന്നൊക്കെ പറയാൻ പാടുള്ളൂ. അങ്ങനെ അവസാനത്തിൽ താ ഉണ്ടാവുകയില്ല. അതൊക്കെ മുദക്കറായിട്ടാണ് ആദ ഉപയോഗിച്ചിരിക്കുന്നത് അല്ലേ? നമ്മൾ മുൻപാഠങ്ങളിൽ പഠിച്ചു കഴിഞ്ഞത്. അതിൻ്റെ മുന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും കേട്ടോ. അപ്പോൾ ഇവിടെ ആദിഹി ഹദീഖത്തുൻ കണ്ടില്ലേ? ഇതൊരു തോട്ടമാകുന്നു. തോട്ടം എന്ന് പറഞ്ഞാൽ പല തോട്ടം. ഹദീഖത്ത് അല്ലേ? പലതരത്തിലുള്ള തോട്ടങ്ങളുണ്ട്. അതായത് വറുതുണ്ടാവാം അല്ലേ? ചെടികൾ വെച്ചിട്ട് നല്ല തോട്ടങ്ങളുണ്ടാവാം അല്ലേ? നല്ല പൂന്തോട്ടങ്ങൾ, പലതരം തോട്ടങ്ങളുണ്ടാവും. നമ്മുടെ നാട്ടിൽ നമ്മുടെ വീടുകളൊക്കെ തന്നെ പലതരം തോട്ടങ്ങളില്ലേ? വീട്ടിൽ ചിലപ്പം മാവ് മാത്രം നിൽക്കുന്നുണ്ടാവും, അതുപോലെ തെങ്ങുകൾ, അങ്ങനെയൊക്കെ തോട്ടങ്ങളുണ്ടാവും. ഇത് അതുപോലത്തെ ഒരു തോട്ടമാണ്. അപ്പോൾ ഹദീഖത്ത് എന്ന് പറഞ്ഞാൽ തോട്ടാണ് അല്ലേ? അപ്പോൾ അതിന് ഹദീഖത്തുൻ എന്ന് വന്നുകൊണ്ട് അതിൻ്റെ ആദ്യത്തിൽ എന്ത് ചെയ്തു? നമ്മൾ ഹാദിഹി ചേർത്ത് കൊടുത്തു. ഈ ഹാദിഹി ഇപ്പോൾ ഈ ശംസിയ എന്ന് പറഞ്ഞ മുകളിൽ അല്ലേ? ഇവിടെയും ഞാൻ ആദ്യം പറഞ്ഞു തന്നു. ഇവിടെ ആദിഹി എന്ന് ഉപയോഗിക്കണം. ആ ഉപയോഗിക്കുന്ന രീതിയാണ് ഇപ്പോൾ നമ്മളിവിടെ പഠിച്ചത് കണ്ടില്ലേ? ഈ ചുവന്ന നിറത്തിൽ കാണുന്ന ആദിഹി, ഇവിടെയും ചുവന്ന നിറത്തിൽ കാണുന്ന ആദിഹി. ഇതാണ് ഇന്നത്തെ നമ്മളെ പ്രയോഗ പാഠത്തിൽ പഠിക്കാനുള്ള പ്രധാനപ്പെട്ട വാക്ക്. അതാണ്. മനസ്സിലായില്ലേ? പരീക്ഷയ്ക്ക് ഇത് വരും. അപ്പോൾ ഹക്കീബത്തുൻ എന്ന് പറഞ്ഞിട്ട് ആദ്യം മുകളിൽ എഴുതി കൊടുക്കുമെന്ത്? ഇതിനെ ഒരു ജുംലയാക്കുക, വാക്യത്തിൽ പ്രയോഗിക്കാന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണം നിങ്ങൾ? അപ്പോൾ അവിടെ കുറച്ച് വാക്കുകൾ കൊടുത്തിട്ടുണ്ടാവും. ഓപ്ഷൻ കൊടുക്കും. ആദിഹി എന്ന് കൊടുക്കാം, ആദ എന്ന് കൊടുക്കും. മനസ്സിലായില്ലേ? അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? അതിൻ്റെ ഈ വാക്കുകളുടെ പദങ്ങളുടെ ഒക്കെ ആയത്തിൽ ഇപ്പോൾ ഡാഷ് വെച്ചിട്ടുണ്ടാവും. ആ ഡാഷ് ഇട്ടെടുത്ത് എന്ത് കൊടുക്കണം? നിങ്ങൾ ആദിഹി എന്ന് കൊടുക്കണം. ഇനി ഉദാഹരണത്തിന് അവിടെ ഒരു കലമുൻ എന്നാണ് എഴുതിക്കുന്നത്. അപ്പോൾ എൻ്റെ ആദ്യത്തിൽ കൊടുക്കുക. അതുപോലെ ആദിഹി, ഹാദ എന്നൊക്കെ അവിടെയും കൊടുത്തിട്ടുണ്ടാവും. ഓപ്ഷൻ കൊടുക്കും. അപ്പോൾ നിങ്ങൾ അവിടെ എന്താ ചേർത്ത് കൊടുക്കേണ്ടത്? ആദിഹി എന്നാണോ ഹാദ എന്നാണോ? കലമുൻ എന്ന് എഴുതിയാൽ ഹാദ എന്ന് ചേർത്ത് കൊടുക്കണം. എന്താണ്? ഹാദ എന്ന് ചേർത്ത് കൊടുക്കണം. ഈ ആദിഹി എന്നുള്ളടത്ത് ഇവിടെ കലമുൻ എന്നാണ് എഴുതിയിരിക്കണമെങ്കിൽ ആദ്യം ആദ എന്ന് ചേർത്ത് കൊടുക്കണം. ഇവിടെ ഹക്കീബത്തുൻ എന്നാണ് എഴുതിയിരിക്കുന്നത് ആദിഹി. മനസ്സിലായില്ലേ? അപ്പോൾ ഷംസിയ, അക്കീബ ഇതുപോലത്തെ വാക്കുകൾ, ഈ താ വരുന്ന വാക്കുകളാണ് തന്നിക്കണമെങ്കിൽ നിങ്ങൾ ആദിഹി എന്നാണ് ആദ്യത്തിൽ ചേർത്ത് കൊടുക്കേണ്ടത്. പരീക്ഷയ്ക്ക് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ആ ഭാഗം എല്ലാവർക്കും മനസ്സിലായി ഉണ്ടാവും അല്ലേ? ഇനി നമ്മുടെ താഴെതാ ഈ ഭാഗം നോക്കുക. ആദിഹി. ഈ ആദിഹി ചേർത്തിട്ട് ഈ കാണുന്ന പദങ്ങളെ നമ്മൾ വായിക്കാനാണ് അല്ലേ? ഇത് ചേർത്ത് നിങ്ങളോട് എഴുതാനാണ് പറയുന്നുണ്ട് അല്ലേ? ഉത്തരം പറയാൻ. എങ്ങനെ പറയാം ഉത്തരം?
ഉത്തരം എങ്ങനെ പറയും? ഹാദിഹി ഷംസിയ. പിന്നെ ഈ ഹാദിഹി ചേർത്തിട്ട് ഹാദിഹി ഹക്കീബ, ഹാദിഹി സഹ്റ, ഹാദിഹി ഖുറ, ഹാദിഹി ഹദീക, ഹാദിഹി സല്ല. അല്ലേ? ഇങ്ങനെ നിങ്ങൾ വായിക്കണം. അങ്ങനെ വായിക്കുകയും എഴുതുകയും വേണം. അതിൻ്റെ അർത്ഥം പറയുകയും വേണം കേട്ടോ. അർത്ഥം പഠിക്കണം. എന്താണ്? ആദിഹി ഷംസിയത്തുൻ എന്ന് എഴുതണം. വായിക്കുമ്പോൾ ആദിഹി ഷംസിയ, ഇതൊരു കുടയാകുന്നു. ആദിഹി ഹക്കീബത്തുൻ, ഇതൊരു ബാഗാകുന്നു. അപ്പോൾ അവിടെ ഹക്കീബ എന്ന് പറഞ്ഞാൽ കേട്ടോ. ആദിഹി ഹക്കീബ, ഇതൊരു ബാഗാകുന്നു. ഇനി ആദിഹി സഹ്റത്തുൻ എന്ന് എഴുതണം. എഴുതിയിട്ട് വായിക്കുമ്പോൾ എങ്ങനെ വായിക്കണം? ആദിഹി സഹ്റ, ഇത് കരിമ്പാറയാകുന്നു. പിന്നെ ആദിഹി ഖുറത്തുൻ എന്ന് എഴുതുക. ഇങ്ങോട്ട് വായിക്കൽ ആദിഹി ഖുറ, ഇത് പന്താകുന്നു. ആദിഹി ഹദീഖത്തുൻ എന്ന് എഴുതുക. ഇങ്ങോട്ട് വായിക്കുമ്പോൾ അർത്ഥം എങ്ങനെ പറയണം? ആദിഹി ഹദീഖ എന്ന് വായിക്കണം. ഇങ്ങോട്ട് ഇതൊരു തോട്ടമാകുന്നു. പിന്നെ ആദിഹി സല്ലത്തുൻ എന്ന് എഴുതിയിട്ട് ആദിഹി സല്ല എന്ന് വായിക്കണം. അർത്ഥം എങ്ങനെ പറയണം? ഇതൊരു കുട്ടയാകുന്നു എന്ന് അർത്ഥം വെക്കണം. മനസ്സിലായില്ലേ? ഇതാണ് ഇപ്പം ഇന്നത്തെ നമ്മൾ ഈ പാഠം. ഇത്ര വരെയാണ്. ഇതുവരെ മതി. ബാക്കി ഇൻഷാല്ല അടുത്ത വീഡിയോയിൽ കാണാം. ഇൻഷാല്ല അള്ളാഹു അതിന് തൗഫീക്ക് ചെയ്യട്ടെ. ആമീൻ. താങ്ക് യു ഫോർ വാച്ചിങ്.